രാത്രിയിൽ വീണ്ടും നമുക്ക് വായിക്കാം. ഉൽപ്പത്തി 22-ാം അധ്യായം 1-ാം വാക്യം. ജെനസിസ് ചാപ്റ്റർ 22:1. റീഡ് പ്ലീസ്. Praise the Lord. Sometime later, God tested Abraham. He called to him, Abraham, and Abraham answered, Yes, here I am. Praise the Lord. Yesterday, God revealed two things. ഇന്നലെ വരാത്തവരും ശ്രദ്ധിക്കണം. God revealed two things. രണ്ട് കാര്യങ്ങൾ കർത്താവ് പറഞ്ഞു. ഒന്ന്, God is calling Abraham. ദൈവം അബ്രഹാമിനെ വിളിക്കുമ്പോൾ അബ്രഹാമിനോട് ഒരു മെസ്സേജ് പറയണം. He is conveying a message to Abraham. ഇതുവരെ നീ യാത്ര ചെയ്യാത്ത വിധത്തിൽ ഒരു പുതിയ ആത്മീയ യാത്ര നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. എ ന്യൂ സ്പിരിച്വൽ ജേർണി ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ യുവർ ലൈഫ്. അതിനുവേണ്ടി ദൈവം അബ്രഹാമിനെ വിളിച്ച്, ഗോഡ് കോൾഡ് അബ്രഹാം. എന്നിട്ട് രണ്ട് കാര്യങ്ങൾ ആവശ്യപ്പെട്ടു. ഒന്ന്, യു ഷാൽ ബി അവൈലബിൾ ഫോർ ഗോഡ്. നിങ്ങൾ ദൈവത്തിനായി അവൈലബിൾ ആയിരിക്കണം. രണ്ട്, യു വിൽ റെസ്പോൺസ് പോസിറ്റീവ്ലി ഫോർ ഗോഡ്സ് കമാൻഡ്മെൻറ്റ്സ്. നിങ്ങൾ ദൈവം പറയുന്ന കാര്യങ്ങളോട് പോസിറ്റീവായി നിങ്ങൾ റെസ്പോണ്ട് ചെയ്യും. ദൈവത്തിന് സ്തോത്രം. ഒരു കാര്യം ദൈവം ഓർപ്പിച്ചു. വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദീസ് ടു ഡിസിഷൻ? ആദമിൻ്റെ അരികിലേക്ക് ദൈവം ഇറങ്ങി വരുമ്പോൾ, വെൻ ഗോഡ് കെയിം ടു ആദം ആഫ്റ്റർ ഡൂയിങ് ദ സിൻ, God was calling Adam and asking, where are you? That means Adam was not available for God. ദൈവത്തിന് വേണ്ടി ആദം അവൈലബിൾ ആയിരുന്നില്ല. ദൈവം കൊടുത്ത കമാൻഡ്മെൻറ്റ്സിനോട് ആദം നെഗറ്റീവായി റെസ്പോണ്ട് ചെയ്തു. ഈ ഫലം തിന്നരുതെന്ന് പറഞ്ഞപ്പോൾ ആ ഫലം തിന്നു. സ്തോത്രം. ഈ രണ്ട് സിന്നിനെ ഓവർകം ചെയ്യുന്നെങ്കിൽ മാത്രമേ ന്യൂ സ്പിരിച്വൽ ജേർണി നമുക്ക് ആരംഭിക്കുവാൻ കഴിയത്തുള്ളൂ. സോ ഒരു കാര്യം ഓർക്കണം, ഗോഡ് ഈസ് ഓൾവേസ് അവൈലബിൾ ഫോർ യു. ഇസ്രായേലിൻ്റെ പരിപാലകൻ ഉറങ്ങുന്നുമില്ല, മയങ്ങുന്നുമില്ല. ഹി ഈസ് ഓൾവേസ് ദെയർ ഫോർ യു. നൗ ഇറ്റ്സ് മൈ റെസ്പോൺസിബിലിറ്റി ടു മേക്ക് ഷുവർ ദാറ്റ് ഐ ആം അവൈലബിൾ ഫോർ ഗോഡ്. കർത്താവ്, നിനക്ക് വേണ്ടി ഞാൻ ഉണ്ട് എന്ന് ഒരു തീരുമാനം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. നമ്മൾ ദൈവത്തിനായി നിന്നുകൊണ്ട് മാത്രം കാര്യമാകുന്നില്ല. ദൈവം പറയുന്ന എല്ലാ കാര്യങ്ങളും പോസിറ്റീവായി റെസ്പോണ്ട് ചെയ്യണം. ഇതാണ് ഇന്നലെ രാത്രിയിൽ പരിശുദ്ധാത്മ നമ്മോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. ദൈവത്തിന് സ്തോത്രം. ടുഡേ വി വിൽ റീഡ് ജെനസിസ് 22:2-5. 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. Take your son, God said, your only son Isaac, whom you love so much, and go to the land of Moriah. There on a mountain that I will show you, offer him as a sacrifice to me. Early the next morning, Abraham cut some wood for the sacrifice, loaded his donkey, and took Isaac and 2 servants with him. They started out for the place that God had told him about. On the 3rd day, Abraham saw the place in the distance. Then he said to the servants, stay here with the donkey. The boy and I will go over there and worship, and then we will come back to you. Praise the Lord. മലയാളത്തോടെ ഒരൊക്കെ വായിക്കും. Praise the Lord. നിങ്ങൾ ശ്രദ്ധിക്കണം. Now look here. Listen to here. Praise the Lord. മോനോട് കളിച്ചോട്ടെ. നിങ്ങൾ ആരും ശ്രദ്ധിക്കണം. Don't let him do what he wants. Praise the Lord. നിങ്ങൾ ശ്രദ്ധിക്കണം. God reveals his commandment to Abraham. അബ്രഹാമിനോട് പറയുകയാണ്, take your son, the son who love you most, and go to the place called Moriah, and I will show you a mountain there, and give your son as a sacrifice for God. അപ്പം
God started revealing his commandments. ഒരു ദൂത് ഇങ്ങോട്ട് പറയാം. You have to take this message. If you are available for God, he will start sharing his commandments to you. Hallelujah. ദൈവം എന്നോട് സംസാരിക്കണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അവൈലബിൾ ആണെങ്കിൽ ദൈവം നിങ്ങളോട് സംസാരിക്കാൻ തുടങ്ങും. സ്തോത്രം. നീ ഒരു പ്രവാചകൻ എടുത്തപ്പോൾ ഡോണ്ട് ഗോ ടു എനി പ്രോഫറ്റ്, ഡോണ്ട് ഗോ ടു എനി മാൻ. You be there in the presence of God. He will start talking to you. He will start revealing his commandments to you. He will show the solution for all the problems you are facing, and he will reveal what will happen tomorrow for you. Hallelujah. നാളെ നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന മുഴുവൻ കാര്യങ്ങളും നീ അവൈലബിൾ ആണെങ്കിൽ നിന്നോട് സംസാരിക്കും. ഇനി സെക്കൻഡ് ലെവലിലേക്ക് വരികയാണ്. Abraham received the commandment from God. അല്ലേ? First thing, God revealed his commandment. Second thing, Abraham received his commandments from God. And എന്ത് പുള്ളി എന്ത് ചെയ്തു? Immediately he started responding positively. അതികാലത്ത് early morning പുള്ളി എഴുന്നേറ്റ് ഐസക്, 2 servants, ഡോങ്കി, വുഡ്, ഫയർ, നൈഫ് ഇതെല്ലാം എടുത്തോണ്ട് he started moving. Hallelujah. He started responding positively. And he saw the place of the sacrifice. 3-ാം ദിവസം ആ പ്ലേസ് അവൻ കണ്ടു. പ്രൈസ് ദി ലോർഡ്. ഇത്രയും ക്ലിയർ ആണല്ലോ? സ്തോത്രം. ഇന്ന് രാത്രി നമ്മൾ സംസാരിക്കാൻ പോകുന്നത്, you think that how Abraham positively responded. എന്താണ് കമാൻഡ്മെന്റ്? നിന്റെ മോനെ കൊല്ലാൻ. Praise the Lord. This is the commandment of God. We simply will think that Abraham is doing everything positively. Please. Hallelujah. We simply think that Abraham positively responded. No. Abraham overcome so many negative things in his life. എങ്ങനെയാണ് അബ്രഹാമിന് പോസിറ്റീവ് റെസ്പോണ്ട് ചെയ്യാൻ പറ്റിയത്? അവനോട് പോരാടി നിന്ന നെഗറ്റീവായിട്ടുള്ള ഡിമോണിക് പവറിനെ അബ്രഹാം ജയിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ആ പവറിനെ കുറിച്ച് നിങ്ങളോട് പറയാൻ പോവാ. സ്തോത്രം. To become positive, we have to overcome the negative thoughts of the demonic power. നിന്റെ ആത്മീയം നശിപ്പിക്കുന്ന നെഗറ്റീവായിട്ടുള്ള ശക്തികളുടെ മേൽ ഉപവാസത്തിൽ കർത്താവ് ജയം തരാൻ പോകുക. സ്തോത്രം. God is going to give you the power and grace to overcome the negative demonic power which make you to fail in your spiritual life. അത് ഇന്ന് രാത്രി റിസീവ് ചെയ്യണം. സ്തോത്രം. ഒന്നാമത്തെ പവർ, നെഗറ്റീവ് പവർ. അബ്രഹാം started loving something else more than God. ദൈവത്തെക്കാൾ അധികമായി അബ്രഹാം എന്തിനെയോ സ്നേഹിക്കാൻ തുടങ്ങി. This is the first negative power. You also possess the same love. ദൈവത്തെക്കാൾ വലുതായി നീ ഏതിനെയാ സ്നേഹിക്കുന്നത്? Which thing you love more than you love God? Here Abraham was loving Isaac more than God. Hallelujah. ദൈവത്തെക്കാൾ അധികമായി ഐസക്കിനെ സ്നേഹിക്കാൻ തുടങ്ങി. So God commanded, ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ഒന്നുകൂടെ വായിച്ചേ. Then he said, take now your son, your only son, Isaac. If God was telling, take your son, Abraham, what he will do? He will take Ismail. Hallelujah. Praise God. ഇസ്മായിലിനോട് ദൈവത്തെക്കാൾ ഉള്ള സ്നേഹം അബ്രഹാമിന് ഇല്ല. പക്ഷെ ഐസക്കിനോട് ദൈവത്തെക്കാൾ അധികമായി സ്നേഹമുണ്ട്.
The question today God is asking you, who or what is Isaac in your life? Hallelujah. നിന്റെ ഐസക് ആരാ? നിന്റെ ഐസക് ഏതാ? ദൈവത്തെക്കാൾ അധികമായി നീ സ്നേഹിക്കുന്നത് എന്തിനെയാ? സ്തോത്രം. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ജോൺ 21:15 എടുക്കാമെങ്കിൽ അവിടെ പീറ്ററിനെ വിളിച്ചിട്ട് പറയുകയാണ്, പീറ്റർ, യു ആർ ഫോളോയിങ് മീ, ഐ ലവ് യു, ഐ നോ യു ആർ എ സ്ട്രോങ് ഡിസൈപ്പിൾ, ഐ നോ യു വിൽ ഗീവ് യുവർ ലൈഫ് ഫോർ മീ. പക്ഷേ ഒരു ചോദ്യം ഉയർന്നു. സ്തോത്രം. എന്താണ് ചോദ്യം? 21:15, John 21:15. After they had eaten, Jesus said to Simon Peter, Simon Peter, Simon son of John, do you love me more than these others do? Do you love me more than Isaac? Do you love me more than Isaac? So what's the reply? Yes, Lord, he answered. Yes, Lord. He answered. Hallelujah. And the next verse. You know that I love you. Jesus said to him, take care of my lambs. Praise the Lord. Jesus said, he said, I love you, Jesus, more than everything. Now what Jesus saying? Take care of my lamb. Peter, I want to change your spiritual journey. You have to proclaim and you have to prove that you love God more than everything. സ്തോത്രം. വെറുതെ വാഗോണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. നീ പറയുകയും അത് പ്രവർത്തിക്കുകയും ചെയ്യണം. ദൈവത്തെക്കാൾ അധികമായി ആരെയും സ്നേഹിക്കുന്നില്ല. Praise God. Praise the Lord. So the first negative power Abraham overcome to do the positive response is he denied his love more to the world. His love where he loved more than God. ദൈവത്തെക്കാൾ അധികമായി സ്നേഹിച്ചിരുന്ന സ്നേഹമെന്ന പൈശാചിക ശക്തിയിൽ നിന്ന് അബ്രഹാം പുറത്തു വന്നു. Praise God. Praise God. Hallelujah. രണ്ടാമത് നെഗറ്റീവ് പവർ, അബ്രഹാംസ് തോട്ട്, അവന്റെ ചിന്തകൾ. Thought of Abraham is the negative power. What is the thought? നിന്റെ ആവശ്യം എന്താ? What is your requirement, God? I want to sacrifice Isaac. No problem. Why I want to go to Moriah? Why I want to climb a mountain? I can do it here. In my house, in my compound. Praise the Lord. എന്തിന് മോരിയയിലേക്ക് പോകണം? എന്തിന് മരം ചവിട്ടി ഞാൻ കയറണം? ഇവിടെ ഞാൻ വിറകടിക്ക് ഇപ്പോൾ 5 മിനിറ്റ് കൊണ്ട് യാഗം ചെയ്യാം. സ്തോത്രം. ആമേൻ. നോ. അബ്രഹാം പറഞ്ഞു, യെശയ്യാ 55:8-9 ഒന്ന് വായിച്ചേ. അബ്രഹാം said, ദൈവത്തിന്റെ വിചാരമല്ല എന്റെ വിചാരം, ദൈവത്തിന്റെ വഴിയല്ല എന്റെ വഴികൾ. Oh, you cannot never bring the thought of God and the thought of a man together. Either you have to shift to the God's thought or you have to stay in thought of a man. ഒന്നുകിൽ നിന്റെ വിചാരത്തിൽ നീ ജീവിക്കണം, അല്ലെങ്കിൽ നീ ദൈവ വിചാരത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. സ്തോത്രം. ഇത് തമ്മിൽ ഒരിക്കലും കൂട്ടുമുട്ടുകയല്ല. സ്തോത്രം. This is the second power. Why I should go Moriah? Abraham said, I believe there is a purpose in that city called Moriah. Hallelujah. There is a miracle is going to happen in that mountain. I believe. അവന്റെ ചിന്ത എന്ന പവറിനെ അവൻ ജയിച്ചു. സ്തോത്രം. Praise God. Praise God. I will tell you in the base of the word of God, our brain are useless. Our brain are useless. Why?
If you go to hospital, the specialist, surgeon, doctor will say, we have done the best in our life. Now we cannot do everything. Pray to God. That means our brain is limited. മനസ്സിലായോ? നീ വലിയ സർജൻ പോലും പറയുക, ചെയ്യാവുന്നതെല്ലാം ചെയ്തു, ഇനി എനിക്കൊന്നും, മെഡിക്കൽ സയൻസ് cannot do anything. Praise God. Praise God. God's thought and your thought will never meet together. Hallelujah. അബ്രഹാം പറഞ്ഞു, മോരിയ മലയിലേക്ക് ഞാൻ പോകും, എൻ്റെ മകനുമായി ഞാൻ പോകും, ആ മല ഞാൻ ചവിട്ടി കയറും. കാരണം അപ്പൻ്റെ വിചാരമല്ല എൻ്റെ വിചാരം, അപ്പൻ്റെ വഴിയല്ല എൻ്റെ വഴി. സ്തോത്രം. Praise God. Praise the Lord. ഐസക്, ഒന്നൊരു ഐസക് നിനക്ക് ദൈവത്തെക്കാൾ സ്നേഹമുള്ളത്. 2, നിനക്ക് ശരിയെന്ന് തോന്നുന്നിടത്തെല്ലാം നീ അങ്ങ് സഞ്ചരിക്കുക, നിനക്ക് ശരിയെന്ന് തോന്നുന്നിടത്തെല്ലാം നീ പ്രവർത്തിക്കുക. നോ, any step you take before, you should ask to your Father, the step I am going to take is your heavenly will or no. Hallelujah. Praise God. So your thoughts, ninde buddhi, your brain, your wisdom is the negative power. Hallelujah. Hallelujah. മൂന്നാമത്, he overcome his connection with his family. He overcome the negative power comes from the family. See, ഒരു കാര്യം ഓർക്കണം, Abraham received the commandments. Early morning he started because he don't want to consult this matter with whom? Sarah. എന്ന് പറയാം, ഭാര്യയെ വേണ്ടെന്നാണോ? ഭാര്യ ഉപേക്ഷിക്കണമെന്നാണോ? നോ. When you receive the commandment, don't consult with your family. Hallelujah. Don't take advice from your family. Stotram. Praise God. Your family will be against. Your wife will be against. Your children will be against. Your father and mother will be against. Only for spiritual life. Only for spiritual life. കൺസൾട്ട് ചെയ്തില്ല. കാരണം ഒന്ന് കൺസൾട്ട് ചെയ്തപ്പോഴാ. If you read chapter 16, Genesis 16, read from first verse. ഹാഗർ. Praise the Lord. See the advice from whom? Sarah. See, listen one more thing. Why the church is praying for the spiritual unity of the family? Because here Abraham is receiving commandment from God. ദൈവത്തിൽ നിന്ന് ആലോചന പ്രാപിക്കുന്ന അബ്രഹാമും ദൈവത്തിൽ നിന്ന് ആലോചന പ്രാപിക്കാത്ത സാറയും. Problem. So a spiritual husband and a non-spiritual wife. Problem. You start discussing spiritual things with whom? Your non-spiritual wife. No. Oh, Pastor, why you are saying like this? Problem will happen in your spiritual life. No. All the problems will be solved in the spiritual life when you obey the commandment of God. Hallelujah. The non-spiritual Sarah later becomes spiritual woman. Hallelujah. Because Abraham started obeying the commandment of God. You have to clearly listen to this area.
Don't say tomorrow, Pastor, don't listen to wife. No. Don't, when you receive the clear commandment from God, don't again consult with your wife. Praise the Lord. Praise the Lord. If you die, your wife will not say, I will suicide and come with you. No. Okay, my husband is dead. Let him go. I will stay here. മരിച്ചാൽ നീ പൊക്കോ, ഞാൻ എന്ത് ചെയ്യാം, ഇവിടെ നിൽക്കും. സ്തോത്രം. നോ കൺസൾട്ടിങ് വിത്ത്, ഇവിടെ ഇരിക്കുന്നു മാത്യു 10:36-37 വായിച്ചേ. മാത്യു 10:36-37. ആ ആ read in English. Your worst enemies will be the members of your own family. The worst enemies will be the members of your own family. See, I will ask one question to you. നാടൻ ഭാഷ പറഞ്ഞാൽ, when you decide to go to Pentecostal church, who made the big problem? നാട്ടുകാരല്ല, not the native people, your family members. Correct or not? So the worst enemies will be your family members. Then those who love their father or mother more than me are not fit to be my disciples. Those who love their son or daughter more than me are not fit to be my disciples. Those who consult, those who discuss things with father and mother or wife or children more than me, loving more than me, he is not eligible to become a disciple of Christ. Praise God. വളരെ ഓർത്തോണം, spiritual journey is an individual journey. There is no group in spiritual life. It's an individual journey. അവിടെ എന്ത് ചെയ്തില്ല, കൺസൾട്ട് ചെയ്തില്ല. ദ നെഗറ്റീവ് പവറിനെ ഓവർകം ചെയ്തു. ഞാൻ കണ്ടിരിക്കുന്ന കാഴ്ച 99% a believer sometimes get married with a believer only, but the other life partner will not be possessing that much spiritual level, especially the husbands. After marriage, they will say, oh, we have to be united in family life. So I will compromise the spiritual level, what I received, then I will go to my wife level. Or the wife will say, I will compromise the spiritual level, what I received, I will go back to the husband level. There are two types of unity. എങ്ങനെയാണ്? നീ ഉന്നതമായ അവസ്ഥയിൽ നിൽക്കുക, നീ താഴോട്ട് നിന്റെ ഭാര്യയുടെ അവസ്ഥയിൽ പോകാതെ നിന്റെ അവസ്ഥയിൽ നിന്റെ ഭാര്യയെ കൊണ്ടുവാ. സ്തോത്രം. There will be also unity. മനസ്സിലായോ? You stay strong with the decision of Christ. You move according to Christ. He will do miracles in your family life. Hallelujah. This is the negative power. പിന്നീട് നാലാമത്തെ ഒരു പവറോട് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. When you read Genesis 22, he took 2 servants with him. Okay? അതിൻ്റെ 4 എന്ന് വായിച്ചേ. Then on the third day, Abraham saw the place in the distance. Then he said to the servant, stay here with the donkey. Stay here with the donkey. The boy and I will go over there and worship, and then we will come back to you. Praise the Lord. See, it is not written in the Bible, but it's my imagination. But it is for our spiritual growth. Which day Abraham saw this place? Third day. So from the first day, early morning, he is with the donkey, he is with Isaac and 2 servants. I am pretty sure. Do you think the servants will be silent for 3 days? They are not silent. They will say, what foolish thing you are going to do?
Maybe this is not God's commandment. God will never ask you to kill your son. This is something from you received. Maybe it's a dream, something, the opinion from the society, the opinion from the third party people, which is not related to you. He overcome that power. Hallelujah. നമ്മുടെ ഇപ്പോൾ ചിന്ത എന്താ? എൻ്റെ സൊസൈറ്റി എന്ത് പറയും, ഞങ്ങളുടെ പള്ളിക്കാരെന്ത് പറയും, ഞങ്ങളുടെ ജോലിയുള്ളവരെന്ത് പറയും? വാട്ട് അതർ പീപ്പിൾ വിൽ തിങ്ക് അബൌട്ട് ദിസ്. സോറി, ദിസ് ഇസ് നോട്ട് ദ പ്ലേസ് to think about this. This is the place to think, to fulfill the commandment of God. Hallelujah. So Abraham realized, one more day I will travel with these people. Maybe I will go back to my home. കാരണം അത്രത്തോളം നെഗറ്റീവ് ആണ് ഇവിടുന്ന്. The negative is coming and piling up. He told, third day പറഞ്ഞു, stop. Stay here. Otherwise, I cannot fulfill my father's wish. Hallelujah. Spiritual people, so-called spiritual people, so-called Pentecostal people, don't think that all are spiritual. Don't think that all are spiritual. Don't take advice from all the spiritual people. You think like that they are spiritual. They pretend like spiritual, but they are the enemies for your spiritual life. എല്ലാവരുമായിട്ട് കൂട്ടുകൂടരുത്, എല്ലാവരുമായിട്ട് ഉണ്ടാകരുത്. നിന്റെ സ്പിരിച്വൽ സെപ്പറേഷൻ നീ സൂക്ഷിച്ചേ മതിയാകും. You have to keep the spiritual separation. You have to make sure you are dealing with the real spiritual people. ഒരു എക്സാമ്പിൾ പറയാം. ഒരു മകനെ സ്നേഹിക്കുന്ന യഥാർത്ഥ അപ്പനാണെങ്കിൽ, യഥാർത്ഥ അമ്മയാണെങ്കിൽ വടിയെടുത്ത് അവനെ അടിക്കും. സ്തോത്രം. ശരിയാണോ? അത് എന്ത് തെറ്റ് കാണിച്ചാലും അയ്യോ എൻ്റെ പോക്കറ്റിൽ നിന്ന് ആരെങ്കിലും എടുത്തോണ്ട് പോയി, സ്തോത്രം. നോ. If you really love your kids, when they do wrong things, if you really love them, you will punish them. Praise God. The real spiritual people will tell the positive things and they will tell the negative things also. But the പ്രശ്നം എന്താ? I don't want to listen what? Negative. Why? You don't want to overcome the negative. Hallelujah. If you overcome the negative only, you can respond positively to your father. സ്തോത്രം. സ്തോത്രം. ഉടനെ നമ്മൾ വരും, ആരെയും കുറ്റപ്പെടുത്തരുത്, ഞാൻ ആരെയും ഒന്നും പറയില്ല. Spiritual life, don't compromise. Reveal the truth. Fight for the truth. Stay in truth. If you are alone also, don't afraid. Our Heavenly Father is with you. Praise God. Hallelujah. 4 പവറിനെ ഓവർകം ചെയ്തു. ചെറിയ പവറല്ല. My love, my thoughts, the negative advice coming from the family, the negative advice coming from the society. ഒരു മനുഷ്യനെ നോക്കാതെ, ഒരു മതത്തെ നോക്കാതെ, ആരെ നോക്കാതെ വിളിച്ചവങ്കിലേക്ക് നോക്കി യാത്ര തിരിക്കുന്ന ഒരു പോസിറ്റീവ് എനർജിയിലേക്ക് ഈ ഉപവാസം കഴിയും നമ്മൾ എത്തിച്ചേരണം. സ്തോത്രം. When I came here, പറഞ്ഞ് പ്രാർത്ഥിക്കാം. My wife was in India. God interacted with me to remove the ornaments. While praying, He revealed the word of God. Immediately I obeyed. I realized it's God's will. Without asking anyone, I didn't tell my wife. I didn't consult any pastor. I realized it's from command from God. I obeyed the same moment. Then I started sharing with my wife. Suddenly, എന്ത് സംഭവിച്ചു? F-16 AK-47 ഒക്കെ എന്ത് ചെയ്തു? Started. Kata, 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 kata. Why it has happened? You are going to Pentecostal church, they are teaching you, they are brainwashing you, that is why you did this. Why it is like that? A, B started. I told, I have a confidence that I received from heaven. Praise God. Then I told to her, without you doing this,
you cannot reach Kuwait. Praise God. Hallelujah. If I was compromising, thinking that my wife is fighting with me, maybe my family life will get spoiled. Maybe she will run away from me. Maybe she will not come to the church where I am going. I don't care. I told her, I will obey my father. Hallelujah. I came out to obey my father. I want to reach heaven. I will stay in this my decision. It is a heavenly decision. You can see my wife is with today because it was a heavenly decision. Because Jesus told, I will build. Gates of hell will never win against that. Hallelujah. ഞാൻ പണിയുന്ന സഭയും കുടുംബം ഏതുമായിക്കൊള്ളട്ടെ, ശത്രുവിന് ജയമെടുക്കുവാൻ കഴിയാത്തതാ. Praise God. Praise God. Hallelujah. I didn't share anything with her. From the day I started sharing the word of God, the Holy Spirit started teaching her, interacting with her. And the moment it has done, the next month, she is in Kuwait. Hallelujah. Praise the Lord. It is very easy to say tonight, Abraham took positive decision. No. Abraham gone through very tough situation, but the power of God came upon him. The same power is going to come upon you in this fasting prayer days. Hallelujah. നിന്റെ നെഗറ്റീവിനെല്ലാം പോസിറ്റീവ് ആക്കുന്ന ഒരു അത്യുന്നത ശക്തി നിങ്ങളുടെ മേൽ വരാൻ പോവുകയാ. പാരമ്പര്യത്തെ നോക്കരുത്, കുടുംബത്തെ നോക്കരുത്, സമൂഹത്തെ നോക്കരുത്. Look at Heavenly Father. Praise God. Praise God. എന്താ കാരണം അറിയാമോ? God is offering a new spiritual journey for you. A new spiritual journey for you. ഇതുവരെ പോകാത്തൊരു വഴിയിലൂടെ ദൈവം നിന്നെ നടത്താൻ ആഗ്രഹിക്കുക. ആമേൻ. Tell me, ഏത് നെഗറ്റീവ് പവർ നിന്നോട് ഫൈറ്റ് ചെയ്യുന്നത്? Your love, your thoughts, your family or society or so-called anything. God has given the power tonight to you. Can you take a decision? God, I am available. I will positively respond for that. Give the grace to overcome my negative things, which is making a failure in my spiritual life. എന്നെ തകർക്കുന്ന, ഇല്ലാതാക്കുന്ന ഈ പൈശാചികമായ എല്ലാ നെഗറ്റീവ് ചിന്തകളിൽ നിന്നും എന്നെ വിടുവിക്കണമേ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുമെങ്കിൽ ഇന്ന് രാത്രി ദൈവം നിന്റെ മേൽ കൃപ പകരും. സ്തോത്രം. One more thing. If you take a decision, don't move left, right. Your love will try to come and attack you. Your thoughts will try to come and attack you. I mean, stotram, when we took a decision to come out from Roman Catholic Church to Pentecost, suddenly one advice came. You know what is that? Don't go to Roman Catholic Pentecost. They are very bad people. Go to Marthoma Church. Go to Marthoma Church, where you can, no issues, you can go worship, you can pray. Praise God. See, advice from many people. By the grace of God, not by my capacity, by the grace of God. From that moment till this moment, God enabled us to follow only Christ, not to listen to any of these negative things. Praise the Lord. Praise the Lord. ഇന്ന് രാത്രി ഓർക്കുക, Abraham standing on the third day, he saw the place. Sarah is not with him. Servant is not with him. His love is not with him. His thoughts is not with him. He, Isaac, and God is standing on the place. A miracle is going to happen. എഴുന്നേൽക്കാൻ പ്രാർത്ഥിക്കാനായിട്ട് ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഇന്ന് രാത്രി തിരിഞ്ഞു പോകുമ്പോൾ നീയും ദൈവ നിയോഗവും മാത്രം ഇവിടെ കാണണം. വേറെ ആരും കാണരുത്. You and your God shall stay together. Praise God. Praise God. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഈ നല്ല രാത്രിക്കായ ദൈവത്തെ സ്തുതിക്കുന്നു. തിരുക്കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഒരു ചുവട് മുന്നോട്ട് നമുക്ക് തീരുമാനമെടുക്കുവാൻ ജനത്തിന് നെഗറ്റീവായി പോരാടുന്ന ശക്തികളിൽ നിന്ന് ഇന്ന് രാത്രി വിടുതൽ കൽപ്പിക്കണമേ. ഇന്ന് രാത്രി വിടുതൽ കൽപ്പിക്കണമേ. ആമേ, അവരുടെ ഇഷ്ടങ്ങളാണെങ്കിൽ അതിന് മേൽ ജയം കൊടുക്കണമേ. ആമേ, അവരുടെ ചിന്തകളാണെങ്കിൽ കർത്താവ് ജയം കൊടുക്കണമേ. ആമേൻ, ആമേൻ. അവരുടെ കുടുംബവും അവരെ സ്നേഹിക്കുന്നവരെന്ന് പറയുന്നവരാണെങ്കിൽ അതിന് മേൽ ജയം കൊടുക്കണമേ. സമൂഹവും കർത്താവേ, മറ്റു മനുഷ്യരുമാണെങ്കിൽ അതിന് മേൽ ജയം കൊടുക്കണം കർത്താവേ. ഒന്നിനും നോക്കാതെ
അബ്രഹാം തൻ്റെ മകനുമായി പിതാവിൻ്റെ സന്നിധി നിന്നതുപോലെ പിതാവുമായി നിലകൊള്ളുവാൻ ഈ ജനത്തിൻ്റെ മേൽ ഇന്ന് രാത്രി കൃപ തീർക്കുമാറാകണമേ. അനേക അഭ്യാസികളുള്ള ഭവനം, അനേക കുടുംബക്കാരുള്ള ഭവനം, ആമേൻ, അനേകർ പാരമ്പര്യം പറയാനുള്ള ഭവനം, ഇതൊന്നും ഇപ്പോൾ അബ്രഹാമിൻ്റെ കൂടെ ഇല്ല. അബ്രഹാമിൻ്റെ കൂടെ തൻ്റെ മകനും തന്നെ വിളിച്ച് വേർതിരിച്ച് തൻ്റെ പിതാവും. സ്തോത്രം. ആമേൻ. അവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. There you can see a heavenly father and heavenly son. You can see a physical father and a physical son. ആമേൻ. എന്തിനാണെന്നറിയാമോ? God is going to change this physical father and physical son to us as like a heavenly father and heavenly son. Hallelujah. വലിയ മിറക്കിളിന് വേണ്ടി അവർ ഒരുമിച്ച് നിന്നതുപോലെ ഇന്ന് രാത്രി ഞങ്ങളുടെ സന്നിധിയിൽ ഞങ്ങൾ നിലകൊള്ളുന്നു. നാളെ രാത്രി ഒരുമിച്ചുകൂടെ കർത്താവ് സഹായിക്കണമേ. എല്ലാവരും കടന്നു ഒരാളെ സ്നേഹം കൊടുക്കണമേ. മറ്റെല്ലാത്തേക്കാൾ ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് കടന്നു വന്ന് പറയുക മാത്രമല്ല, അത് പ്രൂവ് ചെയ്യുവാൻ കൃപ കൊടുത്ത് സഹായിക്കണമേ. എല്ലാം നന്മയ്ക്കായി ചെയ്യണം. വചനാലോചനകൾ പകർന്നു തരുമാറാകണം. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നാളെ രാത്രിയിലും 7:30 മണിക്ക് മീറ്റിംഗ് പ്രാർത്ഥിച്ച് ആരംഭിക്കും. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകണം.